ഈശംശായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഒരു സന്ദേശം. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, കൊലവിളി നടത്തിയ ചില വ്യക്തികൾ, വെല്ലുവിളി നടത്തിയ ചില വ്യക്തികൾ, അത് ദൈവത്തോടാകാം മനുഷ്യരോടാകാം. ഇനി അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഒരു 4-5 ബൈബിൾ കഥാപാത്രങ്ങളെ നമ്മൾ എടുത്തു കാണുകയാണ്. അവരെല്ലാം നിലവിളിച്ച് തീർന്നവരാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ അന്ത്യം വളരെ പരിതാപകരമായിരുന്നു. അവര് ദൈവത്തോട് പോലും കൊലവിളി നടത്തിയവര്, വെല്ലുവിളി നടത്തിയവര്, മനുഷ്യരോടും നടത്തിയ വ്യക്തികൾ ഈ ഗണത്തിലുണ്ട്. ഇനി അവരുടെ എല്ലാം അന്ത്യം പരിതാപകരമായിരുന്നു എന്ന് വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു സംഭവം ഞാൻ ഓർക്കാണ്. ഇടവകയിൽ ചെന്നപ്പോൾ അവിടെ ഇടവക ജനത്തിൽപ്പെട്ട ഒരാള് സൂചിപ്പിച്ചൊരു കാര്യം, ഞങ്ങളുടെ ഇടവകയിൽ നിന്നും ഒത്തിരി അച്ഛന്മാര് കരഞ്ഞാണ് ഇവിടുന്ന് പോയത്, സ്ഥലം മാറിപ്പോയത്. ചിലര് അവരുടെ ടേം കംപ്ലീറ്റ് ആക്കാതെ തന്നെ ഇടയ്ക്ക് വെച്ച് പോകേണ്ടി വന്നു. ഇനി അതിന്റെ കാരണം, ഞങ്ങളുടെ ഇടവകയിൽപ്പെട്ട ചിലരുടെ ഒരു പ്രത്യേകത, ഇവിടെ വരുന്ന അച്ഛന്മാരെ അവർ കരയിപ്പിക്കും. അതുപോലത്തെ ദാർഷ്ട്യം. ഒരു സംഭവം അവർ പറഞ്ഞത്, ഒരു മീറ്റിങ്ങിന് അവര് ഒരുമിച്ച് കൂടി, ഇടവകയിലെ പ്രധാനപ്പെട്ട ആൾക്കാര്, അതുപോലെ തന്നെ വികാരി അച്ഛൻ. അപ്പൊ അതിനിടയ്ക്ക് ഒരാൾ സൂചിപ്പിക്കുകയുണ്ടായി, അച്ഛാ ഞാൻ ആ കണക്ക് വാച്ച് ചെയ്തു, അതിലൊരു 17 തേങ്ങയുടെ കുറവ് കാണും. ഇനി ഏതെങ്കിലും കാരണത്താൽ അച്ഛനത് എടുത്തു മാറ്റിയതാണെങ്കിൽ, അടിച്ചു മാറ്റിയതെന്ന പോലെയാണ് പുള്ളി സൂചിപ്പിച്ചത്. അംഗീകരിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് അതിനെ തീർക്കാം, അതെല്ലാം അങ്ങോട്ട് നമുക്ക് അവഗണിക്കാം. ഒന്ന് അംഗീകരിച്ച് പറഞ്ഞാൽ മതി. അച്ഛൻ അവിടെ ഇരുന്ന് വളരെ വ്യസനിച്ച് അവരുടെ മുമ്പിൽ നിന്നും കരഞ്ഞെഴുന്നേറ്റ് പോയി. ഇത് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ ആൾ അതും പോരാഞ്ഞിട്ട് ചെയ്തത്, അച്ഛൻ ഇരുന്ന കസേരയിലേക്ക് കയറി ഇരുന്നിട്ട് പോകണം പോയി, ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞ് ആ കസേരയിൽ ഇരുന്നെന്നാ പറഞ്ഞു. അപ്പൊ നോക്കിയേ, അഹങ്കാരത്തിന്റെ തിമർപ്പല്ലേ അവിടെ പ്രകടമായത്. ഏതായാലും അച്ഛനെ വിളിച്ചു പറഞ്ഞു, പിതാവ് അറേഞ്ച് ചെയ്ത് അവിടുന്ന് മാറ്റിയിട്ട് വേറെ ആരെയോ ആ പള്ളിയിലേക്ക് പറഞ്ഞു വിട്ടു. പക്ഷെ ഒരു സംഭവം ഉണ്ടായി. ഒത്തിരി നാളൊന്നും എടുത്തില്ല. ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറഞ്ഞ വ്യക്തിക്ക് ഒരു ശാരീരിക അസ്വാസ്ഥ്യം, ആശുപത്രിയിൽ പോയി, അവർക്കൊരു ഡൗട്ട് തോന്നി, ഫർദറായിട്ട് ചെക്കപ്പൊക്കെ നടത്തി. പിന്നീട് അവര് എസ്റ്റാബ്ലിഷ് ചെയ്തു, എ പാനൽ ഓഫ് ഡോക്ടേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു കാര്യം, പുള്ളിക്ക് നാവിന് ക്യാൻസർ തുടങ്ങി. ഇനി ഇതുകൊണ്ടായിരിക്കണമെന്നില്ല, പക്ഷേ ഒരു കോയിൻസിഡൻസ് എന്നും വേണം ചിന്തിക്കാം. പക്ഷെ ഒരു കാര്യം, ആ ഇടവക ജനം ഒന്നാകെ പറഞ്ഞൊരു കാര്യം, ഈ മനുഷ്യൻ അത് വരാൻ കാരണം ആ ഒരൊറ്റ സംഭവമാണ്. ഇതുപോലെ മനുഷ്യരെ മാത്രമല്ല, ദൈവത്തെ കൊലവിളിച്ച പല സംഭവങ്ങൾ ബൈബിളിൽ കാണാൻ പറ്റും. അങ്ങനെ വെല്ലുവിളികൾ, കൊലവിളികൾ ഉയർത്തിയവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ദൈവവചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കതിൽ ഏതാനും വ്യക്തികളെ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു 5 ബൈബിൾ കഥാപാത്രങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തെ കഥാപാത്രമാണ് ഗോലിയാത്ത്. നമ്മൾ കാണുന്നുണ്ട് 1 സാമുവേൽ 17-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഗോലിയാത്ത്, ദാവീദ് ഒരു വശത്ത്, ഗോലിയാത്ത് മറുവശത്ത്. ദാവീദ് സൈസിൽ വളരെ ചെറുതായിരുന്നു, ഗോലിയാത്ത് എന്ന് പറഞ്ഞ അജാനഭാവം. ഇനി ദാവീദിനെ കണ്ടപ്പോൾ ഗോലിയാത്ത് വിളിച്ചു പറഞ്ഞൊരു കാര്യം, നീ എന്താണ് പട്ടിയെ കൊല്ലാൻ വരുവാണോ? ഇങ്ങനെ ഒരു ഗോലി കൈ പിടിച്ചോണ്ട് മറുപടിയായിട്ട് ദാവീദ് പറഞ്ഞൊരു കാര്യം ശ്രദ്ധേയമാണ്, നീ വരുന്നത് വാളും പരിചയൊക്കെ ആയിട്ടാണ്, ചാട്ടുളിയും അങ്ങനെയുള്ള സാമഗ്രികളൊക്കെ നിന്റെ ഭാഗത്തുണ്ട്. പക്ഷേ ഞാൻ വരുന്നത് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തിലാണ്. ദൈവത്തിന്റെ നാമത്തിന്റെ ശക്തി ഈ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദാവീദ് പറഞ്ഞൊരു കാര്യം, ഈ ഒരൊറ്റ കാരണത്താൽ ഞാൻ വരുന്നത് ദൈവത്തിന്റെ നാമത്തിലാണ്. നീ കൊലവിളി നടത്തിയ ദൈവം, ആ ദൈവത്തിന്റെ നാമത്തിലാണ് ഞാൻ വരുന്നത്. ആ ദൈവം നിന്റെ എന്റെ കയ്യിൽ വെച്ച് തരും. പറഞ്ഞതുപോലെ സംഭവിച്ചു. ഈ ഗോലിയാത്തിന്റെ തന്നെ വാളുവഴി അവന്റെ തലവെട്ടി മാറ്റുന്ന ഒരു രംഗം ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. കൊലവിളി നടത്തിയ, വെല്ലുവിളിച്ച ഗോലിയാത്തിന് അവസാനം എന്താ സംഭവിച്ചത്? ദാരുണമായ അന്ത്യം എന്നുള്ളത് ഈ വചനഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമതൊരു വ്യക്തിയാണ് സെന്നക്കെരിബ്. 2 ദിനവൃത്താന്തം 32-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ സെന്നക്കെരിബിന് സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവന് ഇതുപോലെ വീമ്പിളക്കി ദൈവത്തെ വെല്ലുവിളിച്ചു. അവൻ പറഞ്ഞൊരു കാര്യം, എന്റെ കയ്യിൽ നിന്നും ഏത് ദൈവത്തിനാണ് നിങ്ങളെ മോചിപ്പിക്കാൻ പറ്റുക, ഒന്ന് കാണണം എന്ന് പറഞ്ഞാൽ, ദൈവത്തെക്കാൾ അവൻ ശക്തനാണ് എന്നതല്ലേ അവൻ സൂചിപ്പിച്ച്. അങ്ങനെ വെല്ലുവിളിച്ച, ദൈവത്തിന്റെ ശക്തിയെ വെല്ലുവിളിച്ച ഒരു വ്യക്തിയായിട്ട് സെന്നക്കെരിബിനെ നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയായിരുന്നു അവന്റെ അന്ത്യം? അവൻ ഓടി, അവന്റെ കൂടെ നിന്ന് യുദ്ധം ചെയ്തവരുടെ ഇടയിലേക്ക് ദൈവം ഒരു ദൂതനെ അയച്ചു. അങ്ങനെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കുന്ന ഒരു രംഗം നമുക്ക് കാണാൻ സാധിക്കും. 1,85,000 പേരെ. ഇനി ഈ ഒരു ദുഃഖവാർത്ത കേട്ടിട്ട് ഓടി ഒളിക്കുന്ന സെന്നക്കെരിബിനെ കാണാൻ പറ്റും. അവനൊരു ആലയത്തിൽ കയറി പാത്തിരുന്ന സമയത്താണ് ഇവന്റെ മക്കൾ ചെന്നിട്ട് അവന്റെ തല വെട്ടിമാറ്റി. ദാരുണമായ അന്ത്യം. ദൈവത്തെ കൊലവിളിച്ച വ്യക്തിക്ക് കിട്ടിയത് ദാരുണമായ അന്ത്യമെന്ന് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. മൂന്നാമതായിട്ട് നമ്മൾ കാണുക, നിഖാനോർ. കൊലവിളി നടത്തിയ ഒരു വ്യക്തിയാണ്.
വെല്ലുവിളി നടത്തിയ ഒരു വ്യക്തിയാണ്. ഇസ്രായേൽക്കാർക്കെതിരെ വെല്ലുവിളിച്ചവൻ, ദൈവത്തിനെതിരെ ദൂഷണം പറഞ്ഞവൻ, ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. 2 മക്കബായർ 15-ാം അധ്യായം. അവിടെ നമ്മൾ കാണുന്നുണ്ട് മക്കബേയുസും അവന്റെ കൂടെ ഉണ്ടായിരുന്നവര് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു, ദൈവത്തിൽ ആശ്രയം വെച്ചു. അതിന്റെ ഫലമായിട്ട് നമ്മൾ കാണുന്നു നിക്കാനോറിന്റെ അന്ത്യം എങ്ങനെയായിരുന്നു. ദൈവദൂഷണം പറഞ്ഞ അവന്റെ നാവ് വെട്ടിയെടുത്ത് കഷണം കഷണമാക്കി പക്ഷികൾക്ക് തിന്നാനിട്ട് കൊടുത്തു. അതുപോലെ തന്നെ ദൈവത്തിന്റെ നേരെ നീട്ടിയ അവന്റെ കൈ വെട്ടിയെടുത്തു, അവന്റെ തല വെട്ടി മാറ്റി. ഇതെല്ലാം പക്ഷികൾക്ക് ഭക്ഷണമായി മാറുന്ന ഒരു രംഗം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അവന്റെയും അന്ത്യം ദാരുണമായിരുന്നു എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഈ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ. 4ാമത്തെ ബൈബിൾ കഥാപാത്രമാണ് ഹാമാൻ. എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായവും 6-ാം അധ്യായവും 8-ാം അധ്യായവും. ഈ 3 അധ്യായങ്ങൾ ഒന്ന് തുടർച്ചയായിട്ട് വായിക്കുകയാണെങ്കിൽ ഈ സംഭവം എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹാമാൻ മൊർദെഖായിക്കെതിരെ കൊലവിളി നടത്തിയവനാണ്. അവനെ തൂക്കിക്കൊല്ലാൻ വലിയൊരു കഴിമരം ഉണ്ടാക്കി വെച്ചവനാണ്. പക്ഷെ നമ്മൾ കാണുകയാണ് ദൈവം ഇടപെട്ടു, രാജാവ് സത്യമറിഞ്ഞു. അവസാനം ഹാമാൻ തന്നെയാണ് ആ കൊലമരത്തിൽ തൂങ്ങിയത്. അവനാണ് മരിച്ചത് എന്നുള്ളത് ഈ അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ദാനിയേൽ 13-ാം അധ്യായം വായിച്ചാൽ ഇതുപോലൊരു സംഭവമാണ് സൂസന്ന. അവളെ മരണത്തിലേക്ക് തള്ളിവിടാൻ നോക്കിയ 2 ശ്രേഷ്ഠന്മാർ അവസാനം മരണപ്പെടുന്നതായിട്ട് അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. അവസാനത്തെ ബൈബിൾ കഥാപാത്രമാണ് അന്ത്യോക്കസ്. യഹൂദരെ വെല്ലുവിളിച്ച ഒരു വ്യക്തി, അവർക്കെതിരെ കൊലവിളി ഉയർത്തിയ ഒരു വ്യക്തി. ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരെല്ലാവരെയും ഞാൻ എൻ്റെ വാളിന് ഇരയാക്കും എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര തുടങ്ങിയ ഒരു വ്യക്തിയാണ്. യാത്ര തുടങ്ങിയപ്പോൾ തന്നെ അവന് ഉദരവേദന. എന്നിട്ട് അവൻ പിന്മാറാതെ വന്നപ്പോൾ അവന് രഥത്തിൽ നിന്നും വലിച്ചെറിയപ്പെട്ടു. അവന്റെ സർവാംഗം വേദനിച്ചു. എന്നിട്ടും അവൻ പിന്മാറാതെ വന്നപ്പോൾ ജീവിച്ചിരിക്കെ അവന്റെ ശരീരം പുഴുവരിക്കാൻ തുടങ്ങി. 2 മക്കബായർ 9-ാം അധ്യായം വായിച്ചാൽ ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇവരൊക്കെ കൊലവിളി നടത്തിയവര് നിലവിളിച്ച് ഇല്ലാതായവരാണ്. ഇവിടെ ഈ പാപം എത്ര ഗൗരവമുള്ള പാപമാണെന്ന് തിരിച്ചറിഞ്ഞ് അത് ഒഴിവാക്കി ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾ, ഇന്നിന്റെ നിയോഗങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. കർത്താവിൻ്റെ വചനം സ്വീകരിച്ച നമുക്കിനി നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.